കാഞ്ഞങ്ങാട് നഗരസഭയുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനമായി ആചരിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന കർഷക ദിനാചരണം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളോ പച്ചക്കറിയോ, എന്തിനിപ്പോൾ ഓണാഘോഷം വരുന്നു, പുഷ്പമോ, എല്ലാവരും പൂക്കളമൊക്കെ ഇടും. വലിയ ആഘോഷമായി, പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതൊക്കെ വലിയ ആഘോഷമായി ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി വലിയ വില കൊടുത്ത് നമ്മുടെ കമ്പോളങ്ങളിൽ പോയി പൂക്കളൊക്കെ കൊണ്ടുവരും. ഇതൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതല്ല എന്നതാണ് നമ്മുടെ പ്രത്യേകത. നമ്മുടെ കേരളീയർ മടിയന്മാരായി മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന വസ്തുത നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ എങ്ങനെ അധ്വാനിക്കാതെ ഈ കാര്യങ്ങളൊക്കെ നടക്കാം എന്നുള്ളതിലേക്ക് നമ്മൾ ചുരുങ്ങി വരുന്നു എന്ന വസ്തുതയാണ് നമ്മുടെ മുമ്പിൽ. കാർഷിക മേഖല നേരിടുന്ന മറ്റൊട്ടേറെ പ്രശ്നങ്ങളുണ്ട്. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരനെ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു പൗരനായി, ഈ കേരളത്തിന്റെ ഒരു പ്രജയായി അംഗീകരിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ പദ്ധതിയാണ് കൃഷിക്കാരന് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. വളരെ ചെറിയ സംഖ്യയായിരിക്കും, തുച്ഛമായ ആ സംഖ്യ തീർച്ചയായും വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ആ കൃഷിക്കാരന് വളരെ വിപുലമായി അത്യാവശ്യം നെൽകൃഷിക്കാരന് മാത്രം കൊടുത്തു തുടങ്ങിയതാണ്. അത് പോരാ. കേരളത്തിലെ സകലമാന കാർഷിക വിളവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യ ഉൽപാദന രംഗത്തും പച്ചക്കറി ഉൽപാദന രംഗത്തും നാണ്യവിളകളുടെ ഉൽപാദന രംഗത്തുമൊക്കെ സ്ഥിരമായി കഠിനമായി അധ്വാനിക്കുന്ന കൃഷിക്കാരനെയൊക്കെ ഈ മണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമയായും അവൻ ഈ മണ്ണിന്റെ ഗന്ധമുള്ള ഈ കേരളത്തിന്റെ പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവനെന്ന നിലയിലും അവരെ ഒക്കെ തന്നെ ഏറ്റവും വലിയ നിലയിൽ ആദരിക്കേണ്ടത് പെൻഷനും മറ്റാനുകൂല്യങ്ങളും ഒക്കെ കൊടുത്താണ്. കാഞ്ഞങ്ങാട് നഗരസഭയും കൃഷി വകുപ്പും ചേർന്ന് നെൽകൃഷി ഉൾപ്പെടെ മറ്റെല്ലാ കൃഷിയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ പറഞ്ഞു. വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കുഞ്ഞികൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സുലൈഖ, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി അബൂബക്കർ ഹാജി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജാനകിക്കുട്ടി, വാർഡ് കൌൺസിലർ ടി വി ശൈലജ, മുൻ നഗരസഭാ ചെയർമാൻ NE ഖാലിദ് എന്നിവർ സംസാരിച്ചു. മികച്ച കർഷകരെ പൊന്നാടയണിയിച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. സൂക്ഷ്മ ജലസേചന പദ്ധതി പ്രകാരം കർഷകർക്ക് ധനസഹായ വിതരണം നടത്തി. സ്കൂൾ കുട്ടികൾക്കുള്ള പച്ചക്കറി കിറ്റിന്റെ മുനിസിപ്പൽ തല വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു.